രാവിലെ ഞാൻ പത്തിരിയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ പത്തിരിക്കുള്ള മാവൊക്കെ ഇന്നലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുഴച്ച് പത്തിരി ചുട്ടാൽ മതി. ആക്കി വെച്ചതാണ്. അപ്പോൾ രാവിലെ പണി എളുപ്പമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഉണ്ട്. പിന്നെ പച്ചമുളക്. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ഗ്രാമ്പൂ ഏലക്കയും പട്ടയും ഇട്ട് കൊടുക്കണേ. കുറച്ച് മതി. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കാനാണ്. ഈ തേങ്ങയിലേക്ക് അല്പം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഉള്ളി വാടുമ്പോഴേക്ക്. ഇനി ആ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് വഴറ്റാം. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസാണ്. അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. ഇനി അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി വറവിട്ട് ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ആയിട്ടുണ്ട്. നമുക്ക് വറവിടാം. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പത്തിരിയൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ മോളെ സ്കൂളിലേക്ക് വിടാൻ പോയതായിരുന്നു. അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ആ പത്തിരി നല്ല ഗ്രേവിയുള്ള കട്ടിയായിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങൾ ഇങ്ങനെയാണോ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാറുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.